പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെയും യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് തിരുവചനം ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളാണ്. പിന്നെ അവർ യാത്ര പോകുകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളുടെ കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. യേശു കർത്താവിനെ മാർത്ത തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. അങ്ങനെ യേശു കർത്താവ് വീട്ടിൽ വന്ന് മറിയ തൻ്റെ പാദപീഠത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർത്ത വളരെയധികം റെസ്റ്റ്ലെസ് ആയിട്ട്, അസ്വസ്ഥതയായിട്ട്, വളരെ കുഴങ്ങിയിട്ട്, മാർത്തയ്ക്ക് ഭയങ്കരമായ വിഷമമാണ്, ഭയങ്കരമായ പ്രയാസമാണ്. കാരണം യേശുവിന് വേണ്ടി ഒരുപക്ഷെ ഗസ്റ്റായിട്ട് കർത്താവ് വന്നിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ആഹാരം ഉണ്ടാക്കാനായിട്ട് ഒറ്റയ്ക്ക് കിടന്ന് മാർത്ത ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആ സമയത്ത് കർത്താവ്, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്ന നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളുടെ കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. യേശുവേ, നീ എന്ന് എൻ്റെ സഹോദരിയോട് പറയണം, നീ മറിയോട് പറയണം, ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവേ, എന്നെ സഹായിപ്പാനായിട്ട് കർത്താവേ, നീ അങ്ങോട്ട് ആ മറിയെ അയക്കണമേ എന്ന് മാർത്ത കർത്താവിനോട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കാനിടയായത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്ന രണ്ട് വ്യക്തികളെ കാണുന്നുണ്ട്. മാർത്തയെ കാണുന്നുണ്ട്, മറിയയെ കാണുന്നുണ്ട്. എന്താണ് മാർത്തയുടെ പ്രത്യേകത? മാർത്തയുടെ പ്രത്യേകത വളരെയധികം കാര്യങ്ങൾ, വളരെ ഉത്കണ്ഠ നിറഞ്ഞവളായിട്ട്, വളരെ റെസ്റ്റ്ലെസ് ആയിട്ട്, വളരെയധികം ടെൻഷൻ നിറഞ്ഞവളായിട്ട് അവൾ പല കാര്യങ്ങളും, ഭവനത്തിൻ്റെ പല കാര്യങ്ങളും അവൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ജോലിക്കാര്യമായിരിക്കാം, അല്ലെങ്കിൽ യേശുവിന് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ പ്രിപ്പറേഷൻ. എനിക്കറിയത്തില്ല, വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആഹാരമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരമൊന്നും ആയിരിക്കത്തില്ല, വ്യത്യസ്തമായ ആഹാരമാണ്. അവരുണ്ടാക്കുന്ന അടുപ്പ് നമ്മുടെ ഗ്യാസ് പോലെ ഒന്നും ആയിരിക്കത്തില്ല, നമ്മുടെ പഴയകാലത്ത് അടുപ്പൊക്കെ ആയിരിക്കാം. അപ്പോൾ എനിവേ, വളരെയധികം ശുശ്രൂഷപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മറിയ വളരെ ഈസി ആയിട്ട്, ഒന്നിനെക്കുറിച്ചും വറി ചെയ്യാതെ, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ അവൾ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ മാർത്ത വിചാരിച്ച് കാണും, ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ കർത്താവ് മറിയോട് പറയുമായിരിക്കും, നീ പോയി ഒന്ന് ശുശ്രൂഷയ്ക്ക് സഹായിച്ചു കൊടുക്ക്, സഹോദരി ഒറ്റയ്ക്കല്ലേ എല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് പറയുമായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും ഒരുപക്ഷെ മാർത്ത പറയുന്നത്. പക്ഷെ കർത്താവിൻ്റെ മറുപടി നേരെ വ്യത്യസ്തമായിരുന്നു. മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ഇവിടെ കർത്താവ് പറയാണ്, മറിയ നല്ല അംശം, അല്ലെങ്കിൽ മറിയ ചെയ്യുന്ന കാര്യമാണ് ശരിയായ കാര്യം. നീ മാർത്തയെ, നീ പലതിൽ വിചാരപ്പെടുകയാണ്, പക്ഷേ മറിയ നല്ല അംശം, അതായത് എൻ്റെ പാദപീഠത്തിൽ, എൻ്റെ സന്നിധിയിൽ, എൻ്റെ വചനം കേട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ആ ഒരു കാര്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും നല്ല അംശം. അപ്പൊ ഇന്ന് ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ, ഇതിനകത്തുള്ള മർമ്മങ്ങൾ എന്താണ്, എന്താണ് യേശു കർത്താവ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഒന്നാമതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, യേശു പറയുന്നു അല്പമേ വേണ്ട, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിലൂടെ മനസ്സിലാക്കാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതിൻ്റെ അർത്ഥം യേശു കർത്താവിന് ആഹാരം ഉണ്ടാക്കണ്ട എന്നാണോ? അതിൻ്റെ അർത്ഥം വീട് ക്ലീൻ ചെയ്യേണ്ട എന്നാണോ? അതിൻ്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ് ചെയ്യേണ്ട കർത്തവ്യങ്ങളും കടമകളും നിർവഹിക്കേണ്ടതായ കാര്യങ്ങളും ഒന്നും നിർവഹിക്കേണ്ട എന്നുള്ളതാണോ? അങ്ങനെ ഒന്നുമല്ല. പക്ഷേ യേശു പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ഒന്നാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുത്താൽ,
ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം നമ്മൾ കൊടുത്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം നോക്കിക്കോളും, അതിൻ്റെ ഓർഡറിലായിക്കോളും. പലപ്പോഴും ഇന്ന് പല പല വ്യക്തികളുടെയും ജീവിതത്തിലുള്ള പ്രയാസം എന്ന് പറയുന്നത് അവർ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. പലർക്കും ചോദിച്ചാൽ പറയാതെ പക്ഷേ എനിക്ക് സമയമില്ല, ഞാൻ വളരെ തിരക്കാണ്, എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല, എനിക്ക് പള്ളി വരാൻ സമയമില്ല, എനിക്ക് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സമയമില്ല. എന്താ കാര്യം? അത് എനിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ട്യൂഷന് പോകണം, എനിക്ക് കോളേജിൽ പോകണം, എനിക്ക് മറ്റു പല കാര്യങ്ങൾക്കും പോകണം. പോണ്ട എന്ന് വചനം പറയുന്നുണ്ടോ? പോണ്ട എന്ന് പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കലങ്ങുവാനോ ഭൗതികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനോ അതിന് മുൻഗണന കൊടുക്കുവാനോ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറയുന്നു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കും, ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഇവിടെ ഒരു വ്യക്തിക്ക് സമയമില്ല, പ്രാർത്ഥിക്കുവാൻ സമയമില്ല, ആരാധിക്കുവാൻ സമയമില്ല. ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി, ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് സമയം മാറ്റിവെക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അതുപോലെ തിരക്കായിരിക്കുന്നു, അതുപോലെ ജോലി തിരക്കായിരിക്കുന്നു. എന്താണ് ജോലി തിരക്ക്? അദ്ദേഹത്തിന് നല്ല രീതിയിൽ നല്ല കാർഷികമായ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്ത് നന്മകൾ അല്ലെങ്കിൽ സാമ്പത്തിക നന്മകൾ ഉണ്ടാക്കുവാനുള്ള ആ വ്യഗ്രതയിൽ അദ്ദേഹം ആത്മീകമായ കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുക്കാതെ ആത്മീകം ചെറുതായി പോയി. ഭൗതികമായ കാര്യം അല്ലെങ്കിൽ ജോലിക്കാര്യം അല്ലെങ്കിൽ ഭൗതികമായ കാര്യത്തിന് വേണ്ടി പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു. ദൈവം ആ വ്യക്തിയെ വിളിക്കുന്നു മൂഢ എന്നാണ്. മൂഢ, ഈ രാത്രിയിൽ ദൈവം നിന്നോട് ചോദിക്കുമ്പോൾ, നിന്റെ പ്രാണൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ദിവസം വരുമ്പോൾ നീ ഉണ്ടാക്കിയതായിട്ടുള്ള, നീ ഒരുക്കിയതെല്ലാം ആർക്കാകും? യേശു പറയുന്നു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിന്റെ കാര്യം ഇങ്ങനെയാകുന്നു. കാരണം എന്താണ്? ആ വ്യക്തി വിളവ് കൂട്ടിവെച്ച് കളപ്പുരകളെ പൊളിച്ച് അങ്ങനെ വലിയ വലിയ വസ്തുവകയും വിളവും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവം അങ്ങനെയുള്ള വ്യക്തികൾ വിളിക്കുന്ന പേരാണ് ഫൂൾ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രാർത്ഥിക്കുവാൻ സമയമില്ലാതെ, ആരാധിക്കുവാൻ സമയമില്ല എന്ന് പറഞ്ഞ്, എനിക്ക് വളരെ ജോലി തിരക്കാണ്, എനിക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് പോകണം, എനിക്ക് ട്യൂഷന് പോകണം, എനിക്ക് ബിസിനസ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് സഭയിൽ വരാനായിട്ട് സമയമില്ല, എനിക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, എനിക്ക് ബൈബിൾ വായിക്കാനായിട്ട് സമയമില്ല, എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഓർത്തോണം, നിങ്ങളൊരു വിഡ്ഢിയാണ്. ബൈബിൾ നിങ്ങൾ വിളിക്കുന്നത് യു ആർ എ ഫൂൾ. നിങ്ങൾ വിഡ്ഢിയാണ്. കാരണം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ നിക്ഷേപിക്കുന്നതും സമ്പാദിക്കുന്നതും എല്ലാം വ്യർത്ഥമാണ്, അതെല്ലാം വെയിനാണ്, അതെല്ലാം ശൂന്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനങ്ങളിൽ 127 പറയുന്നുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിരാവിലെ എഴുന്നേൽക്കുന്നതും നന്ന താമസിച്ച് കടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമെന്ന് പറഞ്ഞാൽ സീറോ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങണം എന്നല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. സഹോദരൻ പറയാം, പ്രൈസ് ദി ലോർഡ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഈ മാർത്ത മറിയ സ്റ്റോറിലൂടെ വന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഗിവ് പ്രയോറിറ്റി ടു ഗോഡ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഈ ബിസി, BUSY എന്ന ബിസിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബീയിങ് അണ്ടർ സൈറ്റനിക് യോക്ക് എന്നാണ്. സാത്താന്റെ അടിമനുഖത്തിൽ കിടക്കുന്ന വ്യക്തിയാണ് ബിസി എന്ന് പറയുന്നത്. ആരെങ്കിലും പറയുക, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല, എനിക്ക് വീട്ടിൽ ബൈബിൾ വായിക്കാൻ പോലും സമയമില്ല, എനിക്ക് ഫാമിലി പ്രാർത്ഥന എടുക്കാൻ സമയമില്ല, എനിക്ക് പള്ളിയിൽ പോകാൻ സമയമില്ല, എനിക്ക് ഒന്നിനും സമയമില്ല എന്ന് പറയും, ഓർത്തോണം, പാവം പിശാചിന്റെ പടി കൂടി കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ബൈബിളിൽ ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമനുഖത്തിലായിരുന്നു. ആ അടിമനുഖത്തിലായ സമയത്ത് അവർക്ക് വിശ്രാമം ഫറവോൻ കൊടുത്തില്ല. അവർക്ക് ഫറവോൻ ഭയങ്കരമായിട്ടുള്ള പീഡ കൊടുത്തു.
ഒത്തിരി കഷ്ടപ്പാടുകൾ കൊടുത്തു. ഒരു സമയം വന്നപ്പോഴത്തേക്ക് അവരോട് ഫറവോൻ പറയുകയാണ്, നിങ്ങൾ തന്നെ വേണ്ടതായ മെറ്റീരിയൽസ് ഉണ്ടാക്കി നിങ്ങൾ പണിയണം. ആദ്യം അങ്ങനെയല്ല, ആദ്യം ചുടുകട്ട ഉണ്ടാക്കാൻ ഒരു ദിവസം കൊടുത്തു, പിന്നെ പണിയാൻ വേറൊരു ദിവസം കൊടുത്തു. പിന്നെ അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ടൈറ്റായി. പിന്നെ പറഞ്ഞ് നിങ്ങൾ തന്നെ ചുരുട് ഉണ്ടാക്കി നിങ്ങൾ തന്നെ പണിയണം. എല്ലാവർക്കും ഓവർ ഡ്യൂട്ടി കൊടുത്തു, വർക്ക് ലോഡ് കൂട്ടി. അവർക്ക് വളരെയധികം നിലവിളി. ഒരു കാര്യം ഓർത്തോ, നമ്മുടെ വർക്ക് ലോഡ്, നമ്മുടെ ഭാരം, അമിതമായ ജോലി ഭാരം കൂട്ടുന്നത് ഓർത്തോണം, അത് ഫറവോനാണ്. കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മത്തായി 11:27-28 വാക്യങ്ങൾ യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കാരൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരും. അതുകൊണ്ട് ഇന്ന് പകൽ സമയം ദൈവമക്കളെ, ഇന്ന് ഏതൊക്കെയോ വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഏതൊക്കെ കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആത്മീകമായ കാര്യങ്ങൾക്ക്, വിശ്വാസപരമായ കാര്യങ്ങൾക്ക്, ദൈവികമായ കാര്യങ്ങൾക്ക്, സ്പിരിച്വലായ കാര്യങ്ങൾക്ക് അത് ഇന്ന് പകൽക്കാലം നീ മുൻഗണന കൊടുക്കുവാനായിട്ട് ഏതൊക്കെയോ വ്യക്തികളോട്, കുടുംബങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാണ്. ഇന്ന് തലമുറകളെ ഓർത്ത് ഒത്തിരി മാതാപിതാക്കൾ കരയുകയാണ്. കാരണം എന്നറിയാമോ, തലമുറകൾക്ക് ചെറുപ്രായത്തിൽ അവരായിരിക്കുന്ന സമയത്ത് അവർക്ക് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പരിപോഷിക്കുവാൻ പലപ്പോഴും മാതാപിതാക്കൾക്ക് സമയമില്ല. തലമുറകളെ അവരെ ട്യൂഷന് വിടുവാൻ സമയമുണ്ട്, അവരെ സ്കൂളിൽ വിടാൻ സമയമുണ്ട്, കോളേജിൽ വിടാൻ സമയമുണ്ട്, അവരെ സൺഡേ സ്കൂളിന് വിടാൻ സമയമില്ല, അവരെ യൂത്ത് മീറ്റിന് വിടാൻ വേണ്ടി സമയമില്ല, അവരെ സഭായോഗങ്ങൾ പങ്കെടുപ്പിക്കാനായിട്ട് സമയമില്ല, അവരെ കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുത്തുവാനായിട്ട് സമയമില്ല. കാരണം പലരും പറയുന്നു, അയ്യോ എൻ്റെ കുഞ്ഞ് രാവിലെ തൊട്ട് ട്യൂഷന് പോയി, അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി, അത് കഴിഞ്ഞ് ട്യൂഷന് പോയി, എല്ലാം കൊണ്ട് കുഞ്ഞ് വന്ന് തളർന്ന് 8 മണി ആയിരിക്കുന്നു, ഇനി കുഞ്ഞ് ഉറങ്ങട്ടെ, കുടുംബ പ്രാർത്ഥന നമുക്ക് നടത്താം, കുഞ്ഞ് ഉറങ്ങട്ടെ, കാരണം കുഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയല്ലേ, രാവിലെ തൊട്ട് ക്ഷീണിച്ചിരിക്കുകയല്ലേ. പ്രിയപ്പെട്ട മാതാവ്, ഇപ്പൊ ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. ദൈവത്തിന് വേണ്ടി ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നിന്റെ തലമുറകള് നിന്റെ ജീവിതം കണ്ട് അവരെ യേശുവിനെ ആരാധിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് അവരെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. മത്തായി 6:33, മുമ്പേ അവർ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. മുമ്പേ, ഫസ്റ്റ്, ആദ്യം, അല്ലേ? അവിടെ മുമ്പേ നിന്നാണോ അതോ ഒടുവിൽ നിന്നാണോ അതോ ഇടയ്ക്കെന്നാണോ? ഉള്ള പോലെ പറയണം. മത്തായി 6:33 മുമ്പേ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഫസ്റ്റ് എന്നാണ്. ഫസ്റ്റ് ആണോ, ലാസ്റ്റ് ആണോ, മിഡിലാണോ? ഫസ്റ്റ്. ഇപ്പൊ ദൈവത്തെ അന്വേഷിക്കേണ്ടത് അവസാനമല്ല. പല കുടുംബങ്ങളിലും രാവിലെ പ്രാർത്ഥിക്കില്ല, പല കുടുംബങ്ങളിലും. വചനം പറയുന്ന രാവിലെ, മുമ്പേ, മോർണിംഗ് പ്രെയർ. എല്ലാ കുടുംബങ്ങളിലും രാവിലെ പ്രാർത്ഥിക്കണം. 10 മിനിറ്റ് ആയാലും മതി. ഒരു പാട്ട് പാടി സംഗീതം വായിച്ച് രാവിലെ ഒരു പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവരാജ്യം അന്വേഷിക്കുന്ന അനുഗ്രഹമാണ്. മുമ്പേ, ഫസ്റ്റ് യു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ്. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കണം, ഒടുവിലല്ല. പല കുടുംബങ്ങളിലും ഇപ്പൊ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്, ചില കുടുംബങ്ങളിലൊക്കെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതൊക്കെ പോയി. ഇപ്പൊ സീരിയലൊക്കെ വന്ന്, TV ഒക്കെ വന്ന് സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ പോയി. ഇപ്പോഴ് അത്താഴ പ്രാർത്ഥനയാണ്. അത്താഴവും കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഉറക്കം വരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴും രാത്രി പിശാചൊന്നും ഉപദ്രവിക്കാതിരിക്കാനും, അല്ലേ, രാത്രി പൈശാച ശക്തിയൊന്നും നല്ല സ്വപ്നങ്ങളൊക്കെ, ദുർസ്വപ്നങ്ങൾ കാണാതെ നല്ല സ്വപ്നം കൊണ്ടുറങ്ങാനും വേണ്ടിയാണ് പല ആൾക്കാർ രാത്രി പ്രാർത്ഥിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ അവൻ രാജ്യം, മുമ്പേ അവൻ രാജ്യം അന്വേഷിപ്പിൻ. രാവിലെ മോർണിംഗ് പ്രേയർ സ്റ്റാർട്ട് ചെയ്യണം കുടുംബങ്ങളിൽ. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, നിന്റെ കുടുംബത്തിൽ യേശു വസിക്കണമെങ്കിൽ, ദൈവാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, തലമുറകൾ ദൈവത്തിന്റെ വഴി നടക്കണമെങ്കിൽ, രാത്രിയിലെ രാവിലെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലം മടക്കുവാനായിട്ട് തയ്യാറാകണം. കുടുംബങ്ങൾ തയ്യാറാകണം, സഭകൾ തയ്യാറാകണം. 2, ഈ മാർത്താ മേശ രണ്ടാമത്തെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് ശുശ്രൂഷ വേണ്ടേ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാൾ കിടന്ന് കഷ്ടപ്പെടുന്നു, മറ്റൊരാൾ സഹായിക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കണ്ടേ, നമുക്ക് വീട് ക്ലീൻ ചെയ്യണ്ടേ, നമുക്ക് ജോലിക്ക് പോകണ്ടേ, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആരാധനയും ശുശ്രൂഷയും രണ്ടും വേണം. ആരാധനയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ശുശ്രൂഷയ്ക്ക് 2-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജോലിക്ക് പോകാതിരുന്ന് ജീവിക്കാൻ പറ്റുമോ? ഉപജീവനം വേണ്ടേ? നമുക്ക് നമ്മുടെ ഏണിങ് വേണ്ടേ? ഒരു വീടിന്റെ, കുടുംബത്തിന്റെ ചെലവുകൾ കഴിയണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ?
നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? നിങ്ങൾ പലരും ഇവിടെ നിന്ന് രാവിലെ നിങ്ങൾ ഇവിടെ എത്താനായിട്ട് നിങ്ങൾ ബസ്സിൽ, ട്രാൻസ്പോർട്ട് ബസ്സിൽ ചുമ്മാ കയറി വരാൻ പറ്റുമോ? പ്രൈസല്ലോ, ബസ്സിന് നമ്മൾ ബസ് ഫെയർ കൊടുക്കണ്ടേ? നമുക്ക് ആഹാരം കഴിക്കണ്ടേ? അപ്പം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ജോലി ആവശ്യമാണ്. വിദ്യാഭ്യാസം വേണ്ടേ കുട്ടികൾക്ക്? വിദ്യാഭ്യാസം ഇല്ലാതെ കുട്ടികൾക്ക് നല്ല ജോലി കിട്ടുമോ? നല്ലൊരു ഭാവി ഉണ്ടാകുമോ? അപ്പോൾ വിദ്യാഭ്യാസം വേണം, നമുക്ക് ആഹാരം വേണം, നമുക്ക് വരുമാനം വേണം. നമുക്ക് പോയി മറ്റുള്ളവരുടെ കൈ നീട്ടിക്കൊണ്ട് ചോദിക്കാൻ പറ്റുമോ? നമ്മുടെ ആവശ്യങ്ങൾക്ക് ചോദിക്കുന്ന നടക്കുമോ? ഇല്ല. അതെല്ലാം ആവശ്യമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ജോലി ആവശ്യമാണ്, വിദ്യാഭ്യാസം ആവശ്യമാണ്, നമുക്ക് മറ്റെല്ലാ കാര്യങ്ങൾക്ക് സമയം ആവശ്യമാണ്. പക്ഷേ നമ്മൾ അതെല്ലാം എന്ത് ചെയ്യണം? അതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്യണം. ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെതായ ഒരു ക്രമീകരണത്തിലേക്ക് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളൊരു ബാലൻസ്ഡ് ലൈഫിലേക്ക് വരാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും ആവശ്യമായിരിക്കുന്നു. എല്ലാ കാര്യവും ആവശ്യമായിരിക്കുന്നു. നമുക്ക് കുടുംബവുമായിട്ട് നമുക്ക് സമയം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ട്. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമുണ്ട്. ജോലിപരമായ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ആവശ്യമായിരിക്കുന്നു. നല്ല കൂട്ടുകാരുമായിട്ട് നമുക്ക് സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സ്തോത്രം ഭാര്യയും ഭർത്താവുമാണ്, അല്ലേ? ആണോ? ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണോ? പറയുന്നില്ല, മറുപടി പറയുന്നില്ല. ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആരാ? ഭാര്യയും ഭർത്താവുമാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തണം, ഭാര്യയും ഭർത്താവും ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഭാര്യയ്ക്ക് സഹോദരിമാരായ ഫ്രണ്ട്സ് ആവശ്യമുണ്ട്. ഭർത്താവിന് സഹോദരന്മാരായ ഫ്രണ്ട്സ് ആവശ്യമുണ്ട്. സ്വന്തം പറയാം. പ്രൈസ് ദി ലോർഡ്. അതെന്തിനാ ഭാഷ അങ്ങനെ ഫ്രണ്ട്സ്? ഞങ്ങൾ അല്ലേ, ചില ഭാര്യ പറയും, ഭാഷ എൻ്റെ ഭർത്താവിന് ഞാൻ മതി എല്ലാം കൊണ്ടും, ഇനി വേറൊരു ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല, അല്ലെ? ചില കല്യാണം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഭർത്താവിന് ഒരിടത്തും വിടൂല, പിടിച്ചു വെച്ചേക്കും. എൻ്റെ ഭർത്താവ് ഇനി ആരാ? എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടല്ല, ഇനി ആരാണ്? ഞാൻ അല്ല ഫ്രണ്ട്, അല്ലേ? ചില ഭാര്യയെ വിടൂല, ആരെയും വിളിക്കാൻ വിടില്ല. എന്താ പറയുക? എൻ്റെ ഭാര്യയുടെ ഫ്രണ്ട് ആരാണ്? അങ്ങനെയല്ല. ഭാര്യയും ഭർത്താവും ഒക്കെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ഭാര്യയെ കൊണ്ട്, ഒരു ഭർത്താവിനെ ചിലപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ, മേഖലകളിലൊക്കെ ഒരു പ്രോത്സാഹനവും ഒരു ധൈര്യവും ഒക്കെ ആവശ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും ഒക്കെ ചില മറ്റുള്ള ആവശ്യം വരും. സദൃശവാക്യം 17:17, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥ കാലത്ത് അവൻ സഹോദരനായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, സ്നേഹിതൻ, യഥാർത്ഥമായ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്നേഹിതനായിരിക്കാം. ആ സമയത്ത് നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ കൊണ്ട് ആ സമയത്ത് ഹെൽപ്പ് കിട്ടത്തില്ല. ആ സമയത്ത് നമ്മുടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? സഹായിക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്നത്. സഹോദരൻ പറയാം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ഭാഗത്ത് വചനം പറയുന്നുണ്ട്, ദൂരെയുള്ള സഹോദരനേക്കാളും അടുത്തുള്ള സ്നേഹിതൻ നിനക്ക് നല്ലത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ്. സദൃശവാക്യം 27:17, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. നമ്മളെ ഷാർപ്പൻ ചെയ്യുവാനായിട്ട്, ശക്തീകരിക്കുവാനായിട്ട്, ബലപ്പെടുത്തുവാനായിട്ട് നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിത പങ്കാളി കൂടാതെ തന്നെ നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ആവശ്യമായിരിക്കുന്നു. ഒരു കാര്യമുണ്ട്, ആ സൗഹൃദ ബന്ധങ്ങൾ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെ നമ്മൾ നിർത്തേണ്ട സ്ഥലത്ത് നമ്മൾ നിർത്തിക്കോണം. ചില പുരുഷന്മാരുണ്ട്, സൗഹൃദത്തിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ ഭാര്യയെ തീരെ അവഗണിക്കും, പിന്നെ സൗഹൃദത്തിലേക്ക് അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരാള് ഭയങ്കരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന പ്രേമിയായിരുന്നു. അയാൾക്ക് ഫുട്ബോൾ ആയിരുന്നല്ല. അപ്പോൾ അയാൾ ഫുട്ബോൾ കളിച്ച് അയാൾ കുടുംബം നോക്കൂല, ഭാര്യയെ നോക്കൂല, മക്കളെ നോക്കൂല, എപ്പോഴും എവിടെ ആയിരിക്കും? ഗ്രൗണ്ടിലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ദിവസം ഒരു വിലാപയാത്ര കണ്ടു. പെട്ടെന്ന് അവിടെ കളിയൊക്കെ നിർത്തി ഒരു ബോഡി ഇങ്ങനെ കൊണ്ടുപോവുക, ശവപ്പെട്ടി കൊണ്ടുപോവുക. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുപോവുക. പെട്ടെന്ന് ഇയാൾ കളിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഇയാൾ കളിയൊക്കെ നിർത്തി, ഇയാൾ പെട്ടെന്ന് മുഖഭാവമൊക്കെ മാറി, പെട്ടെന്ന് കൈയെല്ലാം കൂപ്പി താഴെ ദുഃഖഭാവത്തോടെ പെട്ടെന്ന് നിന്നിരുന്നു. അപ്പോൾ കൂട്ടുകാർ, എന്ത് പറ്റും നിനക്ക് പെട്ടെന്ന് മാറ്റം, എന്ത് പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു,
ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ ബോഡി ആരുടെയാണ്? ഭാര്യയുടെ. മനസ്സിലായില്ല. ഞാൻ ഇത്രയെങ്കിലും ചെയ്ത് ആദരവ് കാണിച്ചില്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ത് വിചാരിക്കും? അവസാനം ഭാര്യയുടെ മരണം പോലും പുള്ളി അറിഞ്ഞില്ല. പെട്ടി കൊണ്ടുപോകുന്ന നേരത്താണ് പുള്ളി എന്ത് ചെയ്യുന്നത്? കുനിഞ്ഞിങ്ങനെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഉണ്ട്. സ്നേഹിതരാവശ്യമാണ്. പക്ഷേ ആ സ്നേഹിതരൊക്കെ നമ്മൾ നിർത്തി ബാലൻസ് ചെയ്ത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത്, കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത്, ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, നല്ല ആത്മീയരായ സ്നേഹിതരുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് എല്ലാം ബാലൻസ് ചെയ്ത് പോകണമെന്നുള്ള ഒരു അർത്ഥമാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രദ്ധിക്കാമോ? പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും വേണ്ട ഒരു പ്രാധാന്യം കൊടുത്ത് ബാലൻസ് ചെയ്ത് പോവുക. 3, കർത്താവ് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കർത്താവ് വിളിക്കുന്നു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. അപ്പൊ കർത്താവ് 2 പ്രാവശ്യം പേര് വിളിക്കുന്നു, മാർത്തേ മാർത്തേ. അപ്പൊ ഈ 2 വിളിക്കുമ്പോൾ ഓർത്തോണം, എന്തോ കുഴപ്പമുണ്ട്. കാരണം പലതിനെ ചൊല്ലി എന്ത് ചെയ്യാണ്? അപ്പൊ നമ്മൾ കർത്താവെ, ഇത് 2000 വർഷം മുതലാണ് സംഭവമല്ലേ പാസ്റ്റർ, ഇപ്പൊ എന്തിനാ പറയുന്നത്? എന്തിനാ പാസ്റ്റർ ഇപ്പൊ ഇത് പ്രസംഗിക്കുന്നതിനാ? ദൈവമക്കളെ, ഒരു പക്ഷേ ഇന്ന് ഈ മാർത്ത എന്ന് പറയുന്നത് നമ്മളാകാം, നിങ്ങളാകാം. കാരണം അറിയാമോ? പലതിനെ ചൊല്ലി കലങ്ങിയിരിക്കുക, പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ്. ജീവിതത്തിലുള്ള പല പ്രയാസങ്ങളെ ഓർത്തുകൊണ്ട്, പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുകയാണ്. കർത്താവ് പറയാ, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി എന്ത് ചെയ്യുന്നു? മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നും മതി. നീ മനം കലങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, മനം കലങ്ങിയിരിക്കുമ്പോൾ, മൂന്നാമത്തെ മർമ്മമാണ്, മനം കലങ്ങിയിരിക്കുമ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം ദൈവസന്നിധി. ഇന്നൊരു പക്ഷേ ഇന്ന് തന്നെ വചനം കേൾക്കുന്ന ആരെങ്കിലും മനം കലങ്ങിയിരിക്കുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ആകുലപ്പെട്ട്, അല്ലേ? ഇന്ന് പലരുടെയും പ്രോബ്ലം എന്താണ്? ഇന്ന് പലരുടെയും പ്രോബ്ലം എന്ന് പറയുന്നത് സമാധാനമില്ല, സ്വസ്ഥതയില്ല, മനസ്സും ജീവിതവും എല്ലാം ടെൻഷനിലാണ്, അല്ലേ? കർത്താവ് തന്നെ പറയുന്നുണ്ട്, കർത്താവിന്റെ 10 കൽപ്പനയ്ക്കകത്ത് 5ാമത്തെ കൽപ്പനയ്ക്കകത്ത് കർത്താവ് പറയുന്നുണ്ട്, നീ 6 ദിവസം ജോലി ചെയ്യുക, ഒരു ദിവസം എന്ത് ചെയ്യുക? ശബ്ബത്ത് ആചരിക്കുക, നീ ഒരു ദിവസം വിശ്രമിക്കുക. അപ്പൊ 6 ദിവസം ജോലി ചെയ്യുമ്പോൾ സ്തോത്രം, പ്രാർത്ഥനയുണ്ട്, എല്ലാം ആവശ്യമാണ്. പക്ഷേ ഒരു ദിവസം മാറിയിരുന്ന്, സ്വസ്ഥമായിരുന്ന്, വിശ്രമിച്ച് ദൈവത്തെയും വിളിച്ച് ഇരുന്നാൽ അത് അനുഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ അത് നിനക്ക് സമാധാനമാണ്. ഇന്ന് പല ആൾക്കാർക്കും എന്താണ്? വിശ്രമമില്ല, സ്വസ്ഥതയില്ല. അങ്ങനെ ആദ്യ കൂടി പലർക്കും വ്യാധിയാകുകയാണ്. ആദ്യ കൂടി എന്താകുകയാണ്? വ്യാധിയാകുകയാണ്. ആദ്യ കൂടി വ്യാധിയാകേണ്ട ആവശ്യമില്ല. കാരണം നിന്റെ വ്യാകുലങ്ങളെ ദൈവത്തിന് അർപ്പിക്കുക. ഇവിടെ 3ാമത് കർത്താവ് പറയുന്നു, മാർത്തയോട് പറയുന്നു, നീ കലങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ, ഇന്നൊരു പക്ഷേ നിങ്ങൾ മക്കളെ ഓർത്തായിരിക്കും കലങ്ങിയിരിക്കുന്നത്, നിങ്ങൾ ഒരുപക്ഷെ രോഗത്തെ ഓർത്തായിരിക്കും കലങ്ങിയിരിക്കുന്നത്, നിങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങളെ ഓർത്തായിരിക്കും കലങ്ങിയിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ ഓർത്തായി കലങ്ങിയിരിക്കുന്നത്, ശത്രുക്കളുടെ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ നിമിത്തമായിരിക്കാം നിങ്ങൾ മനം കലങ്ങിയിരിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നു, നീ മനം കലങ്ങിയിരിക്കുമ്പോൾ നിനക്ക് ചെയ്യേണ്ട കാര്യം ഏറ്റവും അടുത്ത് തന്നെ യേശുവിൻ്റെ അടുത്തേക്ക് നീ ഓടി വരിക. ദൈവസന്നിധിയിലിരിക്കുക, മറിയെ പോലെ ദൈവസന്നിധിയിലിരിക്കുക. നിന്റെ ഭാരങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ എൻ്റെ അപ്പനോട് പറയുക. നിശ്ചയമായിട്ടും ദൈവം നിനക്ക് പരിഹാരം തരും. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ തലയുള്ള വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാർത്തയിലൂടെ, മറിയയിലൂടെ ഞങ്ങൾ ലഭിച്ചതായ നല്ല ഉപദേശങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. 1, ദൈവത്തിന് മുൻഗണന കൊടുക്കണം കർത്താവേ. മറ്റെല്ലാത്തിനേക്കാളും, ഞങ്ങളുടെ ജോലിയേക്കാളും, ഞങ്ങളുടെ സമ്പത്തിനേക്കാളും, ഞങ്ങളുടെ ആരോഗ്യത്തെക്കാളും, ഞങ്ങളുടേതായ വിദ്യാഭ്യാസത്തെക്കാളും, കർത്താവെ, ഞങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ നന്മകളെക്കാളും ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം കർത്താവെ. 2, ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ശുശ്രൂഷയും കർത്താവെ ആരാധനയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ അത് 2ഉം കർത്താവെ ആവശ്യമായിരിക്കുന്നു. ആരാധന ആവശ്യമായിരിക്കുന്നു, സഭായോഗം ആവശ്യമായിരിക്കുന്നു, ബൈബിൾ ധ്യാനം ആവശ്യമായിരിക്കുന്നു, പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു, കുടുംബ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. അതേസമയം
ഞങ്ങൾക്ക് ജോലി ആവശ്യമായിരിക്കുന്നു, ഞങ്ങൾക്ക് കർത്താവെ അതേസമയം വിദ്യാഭ്യാസം ആവശ്യമായിരിക്കുന്നു, ഞങ്ങൾ സുഹൃത്തുക്കൾ ആവശ്യമായിരിക്കുന്നു, കുടുംബം ആവശ്യമായിരിക്കുന്നു, കർത്താവ് മക്കൾ ആവശ്യമായിരിക്കുന്നു. അതെല്ലാം ബാലൻസ് ചെയ്ത് സമയങ്ങളെ അറേഞ്ച് ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കണം കർത്താവെ. 3, ഞങ്ങൾ കേട്ട് കർത്താവെ, ആ മാർത്തയുടെ കലങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറയുന്നു, നീ എൻ്റെ അടുത്തേക്ക് നീ വരിക, ദൈവത്തിങ്കിലേക്ക് നീ വരിക, എൻ്റെ പാദപീഠത്തിൽ നീ ഇരിക്കുക, നിനക്ക് സമാധാനം ലഭിക്കും, സ്വസ്ഥത ലഭിക്കും, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും കർത്താവെ. ഇന്ന് ആരെങ്കിലും തകർന്നിരിക്കുന്നുവെങ്കിൽ, ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവെ നിന്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കുന്നു. കർത്താവ് സ്വസ്ഥത കൊടുക്കണമേ, കർത്താവ് സമാധാനം കൊടുക്കണമേ, കർത്താവ് സൗഖ്യം കൊടുക്കണമേ, കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ, കർത്താവ് വിടുതൽ അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് കൃപയിൽ കാക്കുമാറാകട്ടെ.